ഓ ഗായ്സ്, നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ വീഡിയോ ആണ് ഇത്. കണ്ടോ, ഫസ്റ്റ് തന്നെ പുൽക്കൂടിൻ്റെ ഇൻസൈഡ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയ, സൈഡ് ഏരിയ, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറം കാണുന്നൊരു വീടും കിണറും. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു കാട് പോലെ സെറ്റപ്പ്. പിന്നെ ബാക്കിലായിട്ട് ഒരു ഗുഹ. താഴോട്ട് വരുമ്പോൾ ഒരു പുൽമേടിനകത്ത് ആടിന് ഇടുന്നൊരു സാധനം. എന്നാ പറയുന്നത്, അതിൻ്റെ ഒരു കൂട്, ആടിൻ്റെ ഒരു കൂട്. താഴെ ആട്ടിടയൻ, അതിൻ്റെ താഴെ വേറൊരു കൂട്, അതിൻ്റെ താഴെ മറ്റൊരു കൂടുണ്ടാക്കിയിരിക്കുന്നത് ചോക്കോബാറിൻ്റെ കമ്പ് വെച്ചിട്ടാണ്. അതിൻ്റെ സ്റ്റിക്കുണ്ടല്ലോ, ആ സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഇത് കാപ്പിക്കോല് 4ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കൂടുണ്ടാക്കിയിരിക്കുന്നത്. ഈ വ്യൂ എങ്ങനെയുണ്ട്? താഴെ നിന്നുള്ള റോഡാണ് ഇപ്പോൾ കാണുന്നത്. അവർ വന്ന 3 ഓട്ടോകളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന 3 ജ്ഞാനിമാരാണ് ആ വന്നവർ. ഇവിടുന്ന് വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പറേ കാണുന്നത് വേറൊരു വീടും, അവിടെ നടുക്കൊരാളും, ഇവിടെ ഒരു കിണറുമാണ് ആ കാണുന്നത്. ഇതിൻ്റെ തൊട്ടിപ്പുറം മാറി വരുമ്പോൾ ഒരു വയലിന് തൊട്ട് അപ്പുറം ഒരു കുളം, പിന്നെ മുകളിലൊരു ഏറുമാടമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു ഓവേണിയും പുറകിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പുറമായിട്ട് വരുമ്പോൾ വേറൊരു പുൽമേട്, അതിനകത്തും ആട്ടിടയന്മാർ നിൽപ്പുണ്ട്. ഇപ്പുറകിലേക്ക് വരുമ്പോൾ വേറൊരു മേട്, ആ മേട്ടിനും ആട്ടിടയനും ആടുകളും ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ കൊട്ടാരമാണ് ഈ കാണുന്നത്. കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വശവും അതുപോലെ കൊട്ടാരമാണ് ആ കാണുന്നത്. ആ മുകളിൽ വെച്ചിരിക്കുന്ന ഫ്ലാഗ്, ആ ഫ്ലാഗ് അമേരിക്കൻ ഫ്ലാഗാണ്. അത് അമേരിക്കയുടെ ഒരു ഫ്ലാഗാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ബാക്ക് സൈഡ് ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അമേരിക്കയുടെ ഫ്ലാഗാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ റിയലി അമേരിക്കയുടെ ഫ്ലാഗ് അല്ല ഇത് കൊടുക്കേണ്ടത്. പുൽക്കൂടിൻ്റെ ഇത് കൊട്ടാരമൊക്കെ വെക്കുമ്പോൾ കൊടുക്കേണ്ടത് UK-യുടെയാണ് ഫ്ലാഗ് കൊടുക്കേണ്ടത്. കാരണം നമുക്കറിയാം UK ഒരു വലിയൊരു കൺട്രി ആയിരുന്നു. ഒരു ഗ്രേറ്റസ്റ്റ് പവർഫുള്ളായിട്ടൊരു കൺട്രി ആയിരുന്നു UK-യുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്കറിയാം എവല്യൂഷണറിയാണ് UK-യുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം UK-ക്ക് ഒരുപാട് കോളനികളൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. ഒരുപാട് വെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു UK-യുടെ കൊടിയായിരുന്നു കൊണ്ടുവരേണ്ടത്. പിന്നെ അതിന് സമയമില്ലാത്തതുകൊണ്ട് അമേരിക്കയുടെ കൊടിയെടുത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതതിൻ്റെ താഴെയുള്ള ഏരിയയാണ്. അതിൻ്റെ താഴെയുള്ള രാജാവിൻ്റെ വീടിൻ്റെ ഭാഗത്ത്, രാജാവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റിച്ചായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ കാണുന്ന ഗാർഡൻ ഏരിയ. ആ ഗാർഡൻ ഏരിയയാണ് ഇപ്പുറം കാണുന്നത്. രാജാവിൻ്റെ പെണ്ണുമുളയ്ക്കും പോയിരുന്ന് എന്താണ് കാണിക്കാനുള്ള ഒരു ഏരിയ. അതാണ് ഇപ്പുറം കാണുന്നത്. അപ്പുറം കാണുന്നത് ആരുടെ വീടും കൊട്ടാരത്തിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ. അതൊക്കെയാണ് ഇവിടെ ഈ ഒരു സൈഡിൽ കാണുന്നത്. ഇപ്പോൾ ടോട്ടലായിട്ടുള്ള പുൽക്കൂടിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ഇടുന്ന വീഡിയോ പിന്നെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ലൈറ്റ് ഇപ്പോൾ ഇട്ടിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല. ലൈറ്റ് അതിനകത്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കാണിക്കാം കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് പുൽക്കൂടിൻ്റെ ഓൾ സെറ്റായിട്ടുള്ള വീഡിയോ, മൊത്തത്തിലുള്ള വ്യൂ. ടോട്ടൽ വ്യൂ ഓഫ് ജീസസ് കേജ്. കണ്ടോ, പുൽക്കൂട്, ചെറിയ വീടുകൾ, ആട്ടിൻകൂടുകൾ, ആട്ടിടയന്മാർ, ബാക്കിൽ കൊട്ടാരം, ഗോൾഡ് ഹാപ്പി. ഇതാണ് നമ്മുടെ ടോട്ടൽ പുൽക്കൂടിൻ്റെ കാഴ്ച. അടയിലോട്ട് നോക്കണ്ട, അടയിൽ എൻ്റെ ഒരു പഴയൊരു ചെട്ടി അലക്കാനിട്ടിട്ടുണ്ട്. ഞാൻ ഓട്ടയുള്ളതുകൊണ്ട് അത് നോക്കണ്ട, അതിലോട്ട് മാറിയേക്കാം, കാണിക്കുന്നില്ല. അതിന് ഗുഹ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഇതാണ് ഗുഹ. ചിതൽപുറ്റാണ്. ചിതൽപുറ്റിൻ്റെ മുകളിൽ ചാരം കുഴച്ച് ആണ് ആ ഒരു സെറ്റപ്പിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ചാരം കുഴച്ചിട്ട് ഗുഹയുടെ മാതിരി സെറ്റാക്കി വെക്കുന്നതാണ്. ബാക്ക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ താഴെ കാണുന്നത് പെയിൻ്റല്ല, ഇത് ചാരമാണ്. ചാരം കുഴച്ചടിച്ചേക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ പെയിൻ്റാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് ചാരമാണ്. ഒരു മഴ പെയ്താൽ അത് ഡാമേജ് ആയിപ്പോകും. ഇപ്പോൾ ഈ കാണുന്ന മേടുണ്ടല്ലോ, മേടിലൊക്കെ പുല്ല് കുറവായിട്ട് കാണുന്നത് നമ്മൾ ഒരുപാട് തിനയൊക്കെ ഇട്ടതാണ്. ഈ മഴ പെയ്യുന്നൊരു വിഷയമുള്ളതുകൊണ്ടാണ് തിന പോയത്. മഴ പെയ്യുന്നതുകൊണ്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അത് ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഒഴുകിപ്പോയതാണ്. അതാണ്
പിന്നെ കാണാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അധികം പുല്ല് കാണാത്തത്. എന്നാൽ പുല്ലുണ്ട്. ഇതൊക്കെ അടുക്കിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ 2024 ക്രിസ്മസിൻ്റെ പുൽക്കൂട്. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം കാണുന്നുണ്ടല്ലോ. പുൽക്കൂട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ആ അറക്കപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ മഞ്ഞയായിട്ട് കാണുന്നത് കേട്ടോ. ഈ റോഡ് വഴി ആ ഒരു പ്രദേശം, ആ ഒരു പ്ലേസിൻ്റെ എന്താ ഏരിയയിൽ കാണുന്ന ഒരു കളർ, അത് ഒരു മഞ്ഞ കളർ കാണുന്നുണ്ടല്ലോ. ആ കളർ ഞാൻ അറക്കപ്പൊടി ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇൻസൈഡിൽ നോക്കിയാൽ കാണാം പശുവിനെയൊക്കെ ഇരിക്കുന്നത്. ലൈറ്റ് ഇട്ടിട്ട് അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എന്നാലും ടോട്ടലായിട്ടുള്ള നാളെ അടുത്ത വീഡിയോ, ഇതിൻ്റെ ഫുൾ വീഡിയോ നാളെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് ടോട്ടൽ വ്യൂ വരുന്നത്, നമ്മുടെ പുൽക്കൂടിൻ്റെ ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. ബാക്കി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ, വലിയ സ്റ്റാർ അവിടെ കാണാനായിട്ട് കഴിയും. വലിയ സ്റ്റാർ കാണുന്നില്ലേ? അതായിട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട ഒരു പേട്ടയാണ് ഇങ്ങനെ കാണുന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ കാഴ്ചകൾ. പഴയ വീടാണ്. അതുപോലെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.